പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓർഗൻസ സാരികളാണ് കാണിക്കുന്നത്. ഓർഗൻസയിൽ കട്ട് വർക്കുള്ളതും അതുപോലെ എംബ്രോയ്ഡറി വർക്കുള്ളതും അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് ഡിഫറെൻറ്റ് റേറ്റിൻ്റെ. ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ പറന്ന് നിൽക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. അപ്പം ഞാൻ ഈ വെയർ ഇരിക്കുന്നുണ്ടോ, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് 1 ലെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓർഗൻസ സാരി. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് എത്ര റഫ് യൂസ് ചെയ്യുന്നതിനും ഈ മെറ്റീരിയൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഇത് ട്രാൻസ്പെറൻ്റ് അല്ല, അതുപോലെ വളരെ സോഫ്റ്റാണ്. ഇതിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു. അതുപോലെ ലോവർ പോർഷനിൽ ഈ കട്ട് വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, വേറെ മോഡൽസ്, അങ്ങനെ പല ടൈപ്പ് ഓർഗൻസ സാരികൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ആ ബോർഡർ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്ലവറിൽ മാത്രം ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഫ്ലവറുമാണ് വന്നിരിക്കുന്നത്. സൈഡ് സ്കാലപ്പ് വർക്കാണ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് ഫുള്ള് വരിക. ഫുള്ള് ഈ ഡിസൈൻ തന്നെ വരുന്നു. അതുപോലെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഓർഗൻസയാണ്, ക്രഷ്ഡ് ഓർഗൻസ എന്ന് പറയും. വളരെ സോഫ്റ്റാണ് മെറ്റീരിയൽ. നമുക്ക് റഫ് യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1925 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. കണ്ടോ, ഹാഫ് ബോർഡർ ഫുള്ളായിട്ടും ആ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. 2 സൈഡിലും ബോർഡർ വരുന്നത് കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരിക. ഇത് 1 ലെയർ ആയിട്ടാണ് കേട്ടോ ഈ സാരി ഇട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. കുത്തുന്ന ഭാഗം വരെ, നമ്മുടെ ഫ്ലീറ്റ് എടുക്കുന്ന ഭാഗം വരെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു കട്ട് വർക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരു സ്പേസിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ തന്നെ ബോഡി പാർട്ട് വരുന്നു, പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ സെയിം വർക്കുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1925 ആണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. എല്ലാം നല്ല കളർ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. എല്ലാം നല്ല കളർ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം റെയർ കളേഴ്സാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഇത് ഷെയ്ഡിൽ തന്നെയാണ് ഈ കളറുകളെല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇതാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതും ഒണിയൻ പിങ്കിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒത്തിരി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റഫ് യൂസ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 1 ലെയർ ആയിട്ട് ഈ സാരി വെയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ചെറിയ പ്ലീറ്റ് എടുത്ത് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് ഇത് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് എത്ര റഫ് യൂസ് വേണേലും ചെയ്യാം. ഈ ഓർഗൻസ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രിഷ്ഡ് ഓർഗൻസയിലാണ് ഇത് വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1925 ആണ്. ഇതും ക്രിഷ്ഡ് ഓർഗൻസ തന്നെ. പക്ഷേ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ഇതിൽ കട്ട് വർക്ക് വരുന്നില്ല. ഇങ്ങനെ ഫുള്ളായിട്ടും ഇതിൽ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ബോർഡറിൽ നല്ല തിക്കായിട്ടുള്ള വർക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ടുള്ള വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഈ ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ ബ്ലൗസ് പീസിൻ്റെ ബോഡി പാർട്ടിലും ചെറുതായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നുണ്ട്.
ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ബോഡി പാർട്ടിലും ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കുകൾ ചെറുതായിട്ട് സെൽഫായിട്ട് തന്നെയാണ് ഇതിൽ വരിക. ഈ സൈഡിൽ നമ്മുടെ എല്ലാ സാരിയുടെയും പോലെ തന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ. അത് കഴിഞ്ഞ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1729 ആണ്. ലൈറ്റ് പീച്ച് ഷെയ്ഡ്. ഇപ്പം ഇച്ചിരി കളർ കുറഞ്ഞവർക്കൊക്കെ നല്ല കളർ ടോണിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എത്ര നമുക്ക് റഫായിട്ട് യൂസ് ചെയ്യാം, 1 ലെയറായിട്ട് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ. അതുപോലെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരിക. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ബോർഡറിൽ വരുന്നു. പിന്നെ ബോഡി ഫുള്ള് ചെറിയ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്ക് തന്നെ വരുന്നു. സ്ലീവിൻ്റെ എൻഡിലും വരുന്നു ഇതേ ഡിസൈൻ തന്നെ. അതുപോലെ ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. 2 സൈഡിലും ഈ ഡിസൈൻ. ലോവർ പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതും ഓർഗൻസ മെറ്റീരിയലാണ്, പക്ഷേ ഇത് ക്രഷ്ഡ് ഓർഗൻസയല്ല, സോഫ്റ്റ് ഓർഗൻസയാണ്. ഇതിൽ വരുന്നത് കട്ട് വർക്കും അതുപോലെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും പിന്നെ മൈന്യൂട്ടായിട്ടൊരു സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. കട്ട് വർക്ക്, ആ എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും അതേ ഡിസൈൻ തന്നെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് വരിക ബോഡി പാർട്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമ്മുടെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്ക് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 2745 ആണ്. ബോഡി പാർട്ടിലേക്ക് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. മെറ്റീരിയലും ഡിസൈനുകളും എല്ലാം സെയിം തന്നെ, കളറിൽ മാത്രം മാറ്റമുള്ളൂ. പക്ഷേ എല്ലാം നല്ല കളേഴ്സാണ്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് ഇതിൻ്റെ എല്ലാം കളേഴ്സും, നല്ല കളേഴ്സിൽ. അതുപോലെ പല്ലു ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അതുപോലെ ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഭാഗത്ത് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നു. ഇങ്ങനെ വരുന്നു. റേറ്റ് 2745. നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, കട്ട് വർക്ക് വരുന്നുണ്ട്, സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. 2 സൈഡിലും ഈ ബോർഡർ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കും വരുന്നു, അതുപോലെ ബോർഡറും വരുന്നു. നമ്മുടെ ഈ പ്ലീറ്റ്സിൻ്റെ ഇത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു കട്ട് വർക്ക് കഴിഞ്ഞ് ഇങ്ങനെയൊരു സ്പേസും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പല്ലു. വിത്ത് ബ്ലൗസ്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഓർഗൻസയാണ് മെറ്റീരിയൽ. പല്ലു ഇങ്ങനെ വരുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും
ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. സൈഡ് സ്കാലപ്പ് വർക്കും വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും ബോർഡറും വരുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2385 ആണ്. ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും ലോവർ പോർഷനിൽ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ സെയിം ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഇങ്ങനെ തന്നെ വരുന്നു. നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതേലും എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് വർക്കുമാണ് വരിക. പല്ലു ഇങ്ങനെയാണ് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ക്രഷ്ഡ് ഓർഗൻസയിലാണ് വന്നിരിക്കുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ബോഡി പാർട്ടിൽ സ്കാറ്റേഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ വരുന്നു. ബോർഡറും അതുപോലെ ആ എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. പിന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഡിസൈൻ വരുന്നുണ്ട്. രണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. റേറ്റ് 2385. നല്ലൊരു പീച്ച് ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. എല്ലാ ഡിസൈനുകളും വെറൈറ്റി ഡിസൈൻസാണ്. അതുപോലെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല സാരീസാണ്. ക്രഷ്ഡ് ഓർഗൻസയിലാണ് വരുന്നിരിക്കുന്നത്. നമുക്കിത് വാഷ് ചെയ്യണമെന്നൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് റഫ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് മെറ്റീരിയലിന് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു യാതൊരു ഭയവും വേണ്ട. അത്രയ്ക്ക് നമുക്കിത് റഫ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. നല്ല ഭംഗിയായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ട് വന്നിരിക്കും. സൈഡിൽ ആ സ്കാലപ്പ് വർക്കിൽ മാത്രം കേട്ടോ ഒരു കട്ട് വർക്ക് വരുന്നുള്ളൂ. കണ്ടോ, ആ സ്കാലപ്പിൽ മാത്രം ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ബോർഡറായിട്ട് ഫുള്ളായിട്ടും ആ ഡിസൈൻ ഇങ്ങനെ തന്നെ വരുന്നു. ഇതാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ. ഹാഫായിട്ട് ആ എംബ്രോയ്ഡറി വർക്കും വരുന്നു, അതുപോലെ ബോർഡറും വരുന്നു. റേറ്റ് വരുന്നത് 2685 ആണ്. ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സാരികളിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ച് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.